നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വാട്ട് എ ഗെയിം, വാട്ട് എ ക്രേസി ഗെയിം. വല്ലാത്തൊരു മത്സരമാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഇന്റർ മയാമിയും അൽ അഹ്ലിയും തമ്മിലുള്ള പോരാട്ടം. ആദ്യ പകുതി ഇന്റർ മയാമി പാത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അൽ അഹ്ലി മികച്ച പ്രകടനം നടത്തുന്നു. ആ ഘട്ടത്തിൽ ഇന്റർ മയാമിയെ രക്ഷിച്ചു കൊണ്ടുപോയത് അവരുടെ ഗോൾ കീപ്പറാണ്. പെനാൽറ്റി സേവ് അടക്കം അദ്ദേഹം നടത്തി. രണ്ടാം പകുതിയിലും കാര്യങ്ങൾ നേരെ തിരിയുന്നു. ഇന്റർ മയാമിയുടെ ആധിപത്യം നിരവധി അവസരങ്ങൾ ഉണ്ടാക്കുന്നു. അതേ സമയത്ത് അൽ അഹ്ലിയുടെ ഗോൾ കീപ്പർ മിന്നും പ്രകടനം അങ്ങ് പുറത്തെടുക്കുന്നു. അതാ പറഞ്ഞത് വാട്ട് എ ക്രേസി ഗെയിം എന്ന്. മാത്രമല്ല അവസാന നിമിഷത്തിലൊക്കെ ആ ഒരു ഷോർട്ട് കോർണർ എടുത്ത് മെസ്സി തന്നെ ബോൾ വാങ്ങി പെനാൽറ്റി ബോക്സിന്റെ സൈഡിൽ നിന്ന് എന്ന് പറയുമ്പോൾ ബോക്സിന് പുറത്ത് നിന്നാണ് വളരെ ടൈറ്റ് ആംഗിളിൽ നിന്ന് അദ്ദേഹം തൊടുക്കുന്ന ഒരു ഷോട്ടുണ്ട്. ഗോൾ എന്ന് ഉറപ്പിച്ച മാജിക്കൽ നിമിഷം ഇതാ വരുന്നു എന്ന് കരുതി. പക്ഷേ അൽ അഹ്ലിയുടെ ഗോൾ കീപ്പർ വേറെ ലെവൽ സേവ്. ആ സേവ് പിന്നെ ബാറിലടിച്ചാണ് ബോൾ പുറത്തേക്ക് പോകുന്നത്. പിന്നാലെ അദ്ദേഹത്തിന് ആ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ കോർണർ, ആ ലൂയിസ് സുവാരസിൻ്റെ കോർണറിൽ നിന്ന് ഫാൽക്കൻ്റെ ശ്രമം അതും സേവ് ചെയ്യപ്പെടുന്നു. സോ ആദ്യ പകുതിയിൽ എന്താണോ ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പർ ചെയ്തത്, അത് രണ്ടാം പകുതിയിൽ അൽ അഹ്ലിയുടെ ഗോൾ കീപ്പർ ചെയ്യുന്ന ആ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഉസ്താരിയാണ് ഇപ്പോൾ ഈ മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പർ. എന്തായാലും മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ഒക്കെ ഇറങ്ങി. മറുഭാഗത്ത് മുഹമ്മദ് ട്രെസഗയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അൽ അഹ്ലി തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ആദ്യ പകുതിയിൽ നമ്മൾ പറഞ്ഞ പോലെ അൽ അഹ്ലിയുടെ ആധിപത്യമായിരുന്നു. അവർക്ക് പെനാൽറ്റി ലഭിക്കുകയും ചെയ്തു. 43-ാമത്തെ മിനിറ്റിൽ ട്രെസഗയുടെ പെനാൽറ്റി ഷോട്ട് പക്ഷേ ഇന്റർ മയാമിയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടു. അതാണ് ഇന്റർ മയാമിയെ കളിയിൽ പിടിച്ചു നിർത്തിയത്. രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ നേരെ മാറി. ഇന്റർ മയാമി വലിയ രൂപത്തിൽ ആധിപത്യം പുലർത്തിയെങ്കിലും ഗോൾ പിറക്കാതെ പോയി. മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമും ഓരോ പോയിന്റും വാങ്ങിയിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.